ഇപ്പോൾ നടി റിമി ടോമി, ഗായിക റിമി ടോമി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മനോരമ ന്യൂസിനൊപ്പം ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് റിമി ടോമിയെ ചോദ്യം ചെയ്തു എന്ന് വാർത്തകളുണ്ടായിരുന്നു. റിമി, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ ആരാഞ്ഞോ റിമിയുടെ അടുത്തുനിന്ന്? അല്ല, ഞാനിപ്പോ ഇത് ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ മനോരമ പേപ്പറിനെയും ചാനലിനെയൊക്കെ അത്രയധികം വിശ്വസിക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ വാർത്തകൾ കണ്ടപ്പോ എനിക്കിവിടെ സത്യത്തിൽ സങ്കടം വന്നുപോയി. കാരണം ഒരു സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് എന്റെ അക്കൗണ്ടിലോട്ട് കോടികൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 വർഷം മുമ്പ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വന്നപ്പോ അവർക്ക് കണ്ടുപിടിക്കായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ആരും പരിശോധിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റിയല്ലേ. ഞാനിപ്പോ ഇത് ന്യൂസ് കണ്ടപ്പോ തന്നെ നേരെ ബൈജു പൗലോസ് എന്ന് പറഞ്ഞ് ഇത് അന്വേഷിക്കുന്ന അദ്ദേഹത്തെ വിളിച്ചപ്പോ സാറേ എന്താ ഇങ്ങനെ ഇതെന്ന് പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലീസ് ചോദിച്ചോ, റീമിയെ പറ്റി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്റെ അടുത്ത് ഇന്നലെ ഫോണിൽ വിളിച്ചിട്ട് അമേരിക്കൻ പരിപാടിയിൽ 2 അമേരിക്കൻ പരിപാടിയിലും ഞാൻ ഉണ്ടായിരുന്നു. അത് 2010 ഉണ്ടായിരുന്നു, 2017 ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഇര എന്ന് പറയുന്ന ആ കുട്ടിയായിട്ടും ദിലീപ്, കാവ്യ, എല്ലാവരും, മഞ്ജു വാര്യർ, എല്ലാവരുമായിട്ട് ആദർശക്കായിട്ടൊക്കെ എല്ലാം ഞാൻ നല്ല സൗഹൃദത്തിൽ, എല്ലാവരും എന്റെ സുഹൃത്തുക്കളുമാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ന്യൂസ് കേൾക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര നിങ്ങളോടൊക്കെ ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം ദൈവത്തെ വിളിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ വളരെ ഒരു പൈസ പോലും അന്ന് ഈ ഇൻകം ടാക്സ് റെയ്ഡ് വന്നപ്പോൾ പോലും എന്റെ പേരിൽ ഞാൻ മറ്റേ വിദേശത്തുനിന്ന് പണം കടത്തി ഹവാല കേസോ അങ്ങനെ ഒരു കേസ് പോലും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ വീട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ന്യൂസ് ഒന്നും ഞങ്ങളല്ല കൊടുക്കുന്നത്. പക്ഷെ റീമയുടെ പേര്, റീമിക്ക് ഇത്ര ശത്രുക്കളുണ്ടോ, റീമി എന്താ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നത് ഞങ്ങളല്ല കൊടുക്കുന്നത്, റീമി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈൻ പോലും ഞാൻ ഇത്ര നാളായിട്ട് അടച്ചിട്ടില്ല. ഓക്കെ, നമ്മളെല്ലാവരും നികുതി അടയ്ക്കാൻ ചിലപ്പോൾ മറന്നുപോകും, മറന്നല്ല ചിലപ്പോൾ ചെയ്യാണ്ടാവും. നികുതി അടയ്ക്കാത്തതിന്റെ പേരിൽ മാത്രം കുറച്ച് നികുതി അടയ്ക്കേണ്ടതായിട്ട് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് അന്ന് ആ സമയത്ത് ദിലീപിനെ ചോദ്യം ചെയ്തു, ഇൻകം ടാക്സ് റെയ്ഡ് വന്നു, ആ കേസും ഇപ്പൊ ആദായ നികുതി വകുപ്പ് അന്ന് ഒരേ സമയത്താണ് ചോദ്യം ചെയ്തത്. ആ ന്യൂസ് ഒക്കെയാണ് ഇപ്പൊ വരുന്നത്. എനിക്ക് ഭയങ്കര വിഷമം. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട, നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് സംസാരിച്ചു എന്ന് പറഞ്ഞു. എന്താണ് റിമിയിൽ നിന്ന് ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, ആരൊക്കെ ഉണ്ടായിരുന്നു ആ ഷോയില് നിങ്ങളായിട്ട്? എന്താ കാവ്യ, സോറി ആ പേര് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലെ. അല്ല, വന്ന ആർട്ടിസ്റ്റുകളുടെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. ആ ഷോയിൽ വന്ന ആർട്ടിസ്റ്റുകളെ പറ്റി ചോദിച്ചു. അതിനുശേഷം ഈ ഷോയുടെ കാര്യം ചോദിച്ചു. ഞാൻ ഇവരുമായിട്ടൊക്കെ എനിക്ക് വർഷങ്ങളായിട്ടുള്ള അടുപ്പമുള്ള. അതിപ്പോ ഞാൻ അവരോട് പറഞ്ഞു. അവര് പറഞ്ഞു, എന്നോട് പ്രത്യേകം അവർ പറഞ്ഞില്ല റീമിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, റീമിക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ വിശ്വസിക്കാം. പിന്നെ സാമ്പത്തിക ഇടപാടിന് ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു 5 പൈസ ഞാൻ ദൈവത്തെ മുൻനിർത്തി പറയാം, അല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാന്ന് തന്നെ പറയാം. അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ ആരെങ്കിലും, എന്റെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ എന്റെ അമ്മയുടെ, അച്ഛന്റെ, അനിയത്തിയോ, അനിയന്റെയോ, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കാരുടെയോ കൂട്ടുകാരുടെയോ അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിക്കാണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ കഷ്ടം തോന്നുന്നു. എന്തായാലും ഇത് പുറത്തു വരുന്ന വാർത്തകൾ മാത്രമാണ്. ഒരുപക്ഷെ അനധികൃതമായ ചില ഇടപാടുകൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ദിലീപുമായോ അല്ലെങ്കിൽ കാവ്യയുമായോ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് പങ്കാളിത്തമോ സാമ്പത്തിക ഇടപാടോ ഉണ്ടോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലേ, അവർക്ക് വേറെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ കാണും. എന്റെ അടുത്ത് അവർ ബിസിനസ് പങ്കാളിത്തമായിട്ട് ഒരു ബിസിനസ്സിൽ പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ സ്ഥലമോ ഒന്നുമില്ല. അതല്ലേ, എന്തെങ്കിലും ഒരു ചെറിയ സ്ഥലം, ഒരു 5 സെന്റ് സ്ഥലമോ പോട്ടെ, ഒരു 5 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ, 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ. അതായത് റിമി പറയാണ് ഇവരുമായി യാതൊരു സാമ്പത്തിക ഇടപാടും ഇല്ല, യാതൊരുവിധ. അതായത് എനിക്ക് 101% ഉറപ്പ് പറയാം. നിങ്ങൾ വേണേ എന്നെ അന്വേഷിച്ച ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്ക്. അതേ മുൻപേ ഇങ്ങനെ പറയുമ്പോ അതെന്താ നിങ്ങൾ അന്വേഷിക്കാണ്ട് ഇങ്ങനെ ന്യൂസ് കൊടുക്കുന്നത്? ഈ ഒരു സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ ഒരുപക്ഷെ ദിലീപിനെ, കാവ്യയെ കൂടുതലായി ടെലിഫോണിൽ റിമി ബന്ധപ്പെട്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ പോലീസിന് ചില സംശയങ്ങളുണ്ട് എന്നാണ് അറിയുന്നത്. ഇത് കാണുന്നത് മനോരമ ന്യൂസിലാണ്. ഞാൻ ഈ ന്യൂസ് കാണുമ്പോൾ തന്നെ ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് അറിയാവുന്ന ആളെന്നുള്ള കാവ്യനെ വിളിച്ചു ചോദിച്ചു, അയ്യോ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞോ, ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ പേര് പറയണ്ട, പിന്നെ പേര് പറഞ്ഞു, സോറി കേട്ടാ, ഇങ്ങനെ ഒരു കാര്യം ഇരയ്ക്ക് സംഭവിച്ചല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അന്ന് ഒരൊറ്റ ഫോണേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പറയണം ഞാൻ ദിലീപും കാവ്യയായിട്ട് ഇങ്ങനെ അടിക്കടി വിളിച്ചോണ്ടിരിക്കുന്നു? ഓക്കെ, സംസാരിച്ചിരുന്നു പറഞ്ഞാൽ നമ്മളെ ഇടയ്ക്ക് എന്തെങ്കിലും ആ ഷോ ആയിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്നെ പോലെ തന്നെ അവർക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ? സംസാരിച്ചില്ല എന്ന് ഞാൻ പറയത്തില്ല, നമ്മൾ സംസാരിക്കും. പക്ഷെ അന്നത്തെ ദിവസം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു കാര്യം കേട്ടല്ലോ എന്ന് വിളിച്ച് ഞാൻ അപ്പൊ തന്നെ ഈ വിളിച്ച ഇരയായ കുട്ടിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. 20-ാം തീയതി രമ്യയായിട്ട് ഞാൻ ചോദിച്ചു. 10-ാം തീയതി ഞാനും ഈ ഇരയായ കുട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ മെസ്സേജിലൂടെ സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടെന്നൊക്കെയാ പറയണത്. എന്ത് ശത്രുതയാണെന്നാ ഇരയായ കുട്ടിയോട് തന്നെ ചോദിക്കാം.
എന്തായാലും പോലീസിനോട് റിമി പറഞ്ഞ കാര്യങ്ങളിൽ പോലീസിന് ചില പൊരുത്തക്കേടുകൾ, ചില ഉത്തരങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് പോലീസിന്റെ ഒരു സംശയമുണ്ട്. പുറത്തു വരുന്ന വാർത്തകൾ മാത്രമാണ് കേട്ടോ. ഒരുപക്ഷെ പോലീസ് ഇനി പുറത്തു വരുന്ന വാർത്തകൾ കേട്ടു എന്ന് പറയാണ്. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്കൊന്ന് കേട്ടിട്ട് അറിയിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ ഇരുന്ന് കണ്ടെങ്കിൽ നമ്മളെ പറ്റി എത്ര പുറത്ത് ഇങ്ങനെ വേണ്ടാത്ത കാര്യം കേൾക്കുമ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ പറ്റി പറയുമ്പോൾ ഒരു വിഷമം വരില്ലേ? പ്രത്യേകിച്ച് ഒരു ന്യൂസ് ചാനൽ ആവുമ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് ഇതുപോലെ ന്യൂസ് കൊടുത്തിരുന്നെങ്കിൽ വെറുതെ കേൾക്കുന്ന ഒരു ന്യൂസിൽ നമുക്ക് എന്തോ ഒരു വിഷമം വരും. റിമി ഇപ്പോൾ നൽകുന്ന വാർത്ത ഒരു റിമിയുടെ വിവരങ്ങൾ ആരാഞ്ഞു, പോലീസ് വിവരങ്ങൾ ആരാഞ്ഞു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട എന്നുള്ളത് മാത്രമാണ്. അത് സത്യമല്ലേ? റിമി തന്നെ സമ്മതിച്ചില്ലേ അത്? ഫോണില് ഈ ബൈജു പൗലോസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. അത് കുറച്ച് കാര്യങ്ങൾ, സുഹൃത്തുക്കൾ എന്ന രീതിയിൽ ഞങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയുന്നു. പിന്നെ ഇത് മാത്രം ചോദിച്ചു. നിങ്ങൾക്ക് ഞാനിപ്പോ തിരിച്ചു വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, റീമി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ന്യൂസിൽ വന്നേക്കുന്നത്. റീമി അവരോട് പറയുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പോലീസിനോട് ചോദിക്കുക എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞങ്ങൾ കൊടുത്ത ന്യൂസ് അല്ലാന്ന് റീമിക്ക് ആ ന്യൂസ് കാണുമ്പോ തന്നെ മനസ്സിലായല്ലോ എന്നാണ് അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ചത്. ഇവർ ഓരോന്ന് സങ്കല്പിച്ചിടുവാണ്, അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. എന്തായാലും പോലീസ് എന്താണ് പറഞ്ഞു നിർത്തിയത്? ഒരുപക്ഷെ ഇനിയും ചില കാര്യങ്ങൾ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ. ഇതാണ് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയും എന്തിനാ മാഡം എന്നൊക്കെ പറഞ്ഞ് ആക്കിയാണ്, അല്ലെങ്കിൽ വലങ്കൈ ആക്കുന്നു, വിദേശത്ത് ഷോയ്ക്ക് പോകരുതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ വരെ ഞാൻ കാണുക, വിദേശത്ത് ഷോയ്ക്ക് പോകരുത് അങ്ങനെ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ റീമിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു, അത്രേ ഉള്ളൂ എന്നാണ് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഈ ന്യൂസ് കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ തിരച്ചു വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ കൊടുത്ത ന്യൂസ് അല്ല ഇത്. അപ്പോ പിന്നെ അവരെങ്ങനെ ഇങ്ങനത്തെ ബന്ധമില്ലാത്ത ന്യൂസ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ എന്നാണ് ചോദിച്ചത്. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ലൈവിൽ വരാമെന്ന് തീരുമാനിച്ചത്. നമ്മൾ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായും റിമി, ഒരു കാര്യം കൂടി, ഒരുപക്ഷെ ഇപ്പോൾ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തതയുണ്ടെങ്കിൽ ഒരുപക്ഷെ നേരിട്ട് റിമി ഒന്ന് വരണം, ചിലത് സംസാരിക്കാണ്ട് ചോദിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ പോലീസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ വരില്ല. അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരും. ഇത് അങ്ങനെ വരാൻ മാത്രമുള്ള കാര്യമൊന്നുമില്ല. ജസ്റ്റ് അവരുടെ സുഹൃത്തുക്കളെയൊക്കെ ഞങ്ങൾ ചോദിക്കുന്നു, ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. ശരി റിമി, എന്തായാലും റിമിയെ സംബന്ധിച്ച് റിമി ഇപ്പോ കേരളം മുഴുവൻ സ്നേഹിക്കുന്ന ഒരാളാണ് റിമി. എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ റിമിയുടെ ഒരു വിശദീകരണം കേൾക്കണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് റിമിയെ വിളിച്ചത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിന്റെ കറക്റ്റ് വാർത്ത അറിഞ്ഞിട്ട് ചെയ്തിടുക. ഒന്നും കൂടെ ഞാൻ പറയണം, സാമ്പത്തിക ഇടപാട് അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്താ പറയാ, വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന മാതാവിന്റെ അടുത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ഇത്രയും ഒരു ക്രൂരമായ കാര്യത്തിന് കൂട്ടു നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നും എന്റെ അടുത്ത് ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് സാമ്പത്തിക ഇടപാട് 5 പൈസ അത്ര തന്നെ ഞാൻ പറയാം. ഞാനും ദിലീപും കാവ്യ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പോ അങ്ങനത്തെ ഒരു കാര്യമില്ല. എന്നോട് വിദേശത്ത് ഒരു പരിപാടിക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ എന്തൊക്കെയാ ചോദിച്ചത്? ഓക്കെ, സംഭവം നടന്ന ശേഷം കാവ്യനെ വിളിച്ചു. അതിപ്പോ ഏത് സുഹൃത്തുക്കളായാലും ഒന്ന് വിളിച്ച് അന്വേഷിക്കില്ലേ, പറയില്ല നമ്മള് കാര്യങ്ങള്. ജസ്റ്റ് ചോദിച്ചു, അത് ദിലീപിനെ അന്ന് വിളിച്ചിട്ടുമില്ല. ശരി റിമി, എന്തായാലും ഞങ്ങളോട് സഹകരിച്ചതിന് ടെലിഫോണിൽ ചേർന്നതിന് നന്ദി. ഇപ്പോൾ നടി റിമി ടോമി, ഗായിക റിമി ടോമി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മനോരമ ന്യൂസിനൊപ്പം